മനുഷ്യ, എന്താ ഇത് പട്ടാപ്പകൽ സ്വപ്നം കണ്ടോണ്ട് കിടക്കുന്നേ? നേരിട്ട് തൊടാൻ പറ്റുന്നില്ല. ശരി, സ്വപ്നത്തിലെങ്കിലും ഒന്ന് കെട്ടി തഴയാമെന്ന് വിചാരിച്ചതാ. അയ്യോ, ഒരു മുഞ്ഞി കയ്യിലെന്താ ഇരിക്കുന്നത് കണ്ടോ? പാർവതി, ഞാൻ നിന്നെ ഈ വേഷത്തിലാണോ കാണുന്നത്? പിന്നെ എങ്ങനെ കാണണം? ആടാടാ, അത് ഞാൻ എങ്ങനെയാ പറയുന്നത്? ചുമ്മാ ഇംഗ്ലീഷ്കാരിയെ പോലെ ചുമ്മാ ജിലിച്ചില്ലാന്ന് ലീന ലോന ബ്രിഗേഡിയ മാതിരി ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് വന്നാൽ എന്ത് തെറ്റായി വിചാരിക്കരുത്. നീ ഇംഗ്ലീഷ്കാരിയെ പോലെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നാൽ സീനത്തമ്മൻ പോലും തോറ്റുപോകും. എന്ത്? ഞാൻ എന്താ അത്രയ്ക്ക് അഴകായിരിക്കുന്നു? ആവൂ, നിന്റെ അഴക് നിനക്കറിയില്ല, അതെനിക്കല്ലേ അറിയൂ. സത്യമാണോ പറയുന്നേ? വിടന്നേ. അത് ഞാനിവിടെ പിടിച്ചത്. പിടിച്ചില്ലേ? ശരി, പിടിച്ചിരിക്കുന്നു. എനിക്കറിയോ. രേവതി, എന്താച്ചാ? ഇപ്പോഴാണ് മോളെ നിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നത്. ഇതെന്നേക്കും നിലനിൽക്കണം. ശരി അച്ഛാ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. മരുന്നെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്, നേരം തെറ്റാതെ കഴിക്കണം. ശരി മോളെ. മുരളി, അമ്മാവിനെ ശല്യം ചെയ്യാതിരിക്കണം, ഉഷയെ അടിക്കരുത്, മനസ്സിലായോ? വരട്ടെ അച്ഛാ. പോയിട്ട് വാ മോളെ. അത് അവിടെ നോക്കടാ, അവളാ കണ്ണന്റെ കേസ്. അവളെ പിടിച്ച അവൻ താനെ നമ്മുടെ വഴിക്ക് വരും. ആഹാ, അങ്ങനെയാണ്. രേവതി എനിക്ക് പിടിച്ച നക്ഷത്രമാ. ആ നക്ഷത്രത്തിൽ പിറന്നവര് അറിവിലും അഴകിലും മെച്ചപ്പെട്ടവരായിരിക്കും. ഏയ്, ശകലം വിട്ടാ മതി, അപ്പോഴേക്കും 4 നക്ഷത്രം നോക്കാൻ ആരംഭിക്കായി. നിങ്ങൾക്ക് ആർക്ക് സഹോദരിമാരില്ലേടാ? ആ പെരക്ക് പിള്ളേർ തുരത്തിക്കൊണ്ട് കാറിൽ നമ്മുടെ സാറ് പോയി. ആരെങ്കിലും പോയി നോക്കണ്ടേ? ഒന്നും വേണ്ട മിസ്സി, അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അദ്ദേഹം ഡാൻസിൽ മാത്രം മാസ്റ്റർ അല്ല.